ശ്രീ ശ്രീ പണിക്കർ ഇവിടെ ഒരു തരത്തിലുള്ള ഇടപെടലും ഇല്ലാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുന്നത് കൊണ്ടാണ്. അത് സർക്കാരിനുള്ള ഒരു ക്രെഡിറ്റ് ആണല്ലോ. ശ്രീ റജി ഇവിടെ തുടക്കത്തിൽ തന്നെ അതായിരുന്നു സൂചിപ്പിച്ചത്. അതാണ് എൻ വാസു എന്ന പ്രമുഖനിലേക്ക് അന്വേഷണം എത്തിയതും അദ്ദേഹം ഇപ്പോൾ ജയിലിലായതുമെന്ന്. അല്ലത് സർക്കാരിന്റെ ക്രെഡിറ്റിലേക്കാണ് അത് പോകുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. അത് കോടതിയുടെ ക്രെഡിറ്റിലേക്കാണ് പോകേണ്ടത്. കാരണം അന്വേഷിക്കുന്നത് പോലീസാണ്, SIT ആണ് എങ്കിൽ പോലും അത് നേരിട്ട് കോർട്ടിന്റെ നിയന്ത്രണത്തിലാണ്. അതല്ലാതെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അതുവഴി സർക്കാരോ ഒന്നും തന്നെ മേൽനോട്ടം നൽകുന്ന ഒരു അന്വേഷണമല്ല ശബരിമലയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർട്ട് മോണിറ്റർഡ് ആയിട്ടുള്ള ഒരു എൻക്വയറിക്ക് എത്രത്തോളം പരിരക്ഷ കോടതിയിൽ നിന്ന് കിട്ടുമോ, ആരെയാണോ ഇത് ബോധിപ്പിക്കേണ്ടത്, മറ്റാരെയൊക്കെയാണോ പരിഗണിക്കേണ്ടതില്ലാത്തത്, ഇതിന്റെ എല്ലാവിധ അഡ്വാൻറ്റേജും നിലവിലുള്ള SIT എൻക്വയറിക്ക് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഇത്ര പെട്ടെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു എന്തുകൊണ്ടാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ താമസിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയവും അന്വേഷണം തുടങ്ങിയ സമയവും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനമായിരുന്നുവെങ്കിൽ ഈ സമയത്തിനകം ശ്രീ വാസുവിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന് മാത്രമല്ല, ഏതെങ്കിലും സമയത്ത് ഈ അന്വേഷണം ശ്രീ വാസുവിലേക്ക് എത്തുകയോ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന് വേണം നമ്മൾ ആലോചിച്ച് നോക്കാൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായിട്ടും ക്രെഡിറ്റ് നൽകേണ്ടുന്നത് കേരള ഹൈക്കോടതിക്ക് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. തന്നെയുമല്ല, ഇതിലിനി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് പുറത്തു വരാനുള്ള വിവരം എന്ന് പറയുന്നത് പോലും ഇതിന്റെ ദേവസ്വത്തിന് പുറത്തേക്കുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് പറയാം, ദേവസ്വം ഉദ്യോഗസ്ഥൻ, സാങ്കേതികമായിട്ട് ദേവസ്വം ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കാണ് ദേവസ്വം കമ്മീഷണറുടെ അദ്ദേഹത്തിനെ കൂടി പ്രതി സ്ഥാനത്തേക്ക് ചേർക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇന്നലെ കൊടുത്തിരിക്കുന്ന ആ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കാണിച്ചിരുന്ന ചില കൃത്രിമങ്ങളെക്കുറിച്ച് കൂടി. അപ്പോൾ അതിന് സെപ്പറേറ്റ് ഒരു കേസുണ്ട്. അപ്പോൾ ആ കേസ് വരുന്ന സമയത്ത് അതിലും അദ്ദേഹം പ്രതി ചേരുന്നതിനുള്ള സാഹചര്യവും അതിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദേവസ്വം കമ്മീഷണർ എന്നതിനപ്പുറത്തേക്ക് മാറി ദേവസ്വം ഭരണസമിതിയുടെ തലവൻ എന്ന നിലയ്ക്കുള്ള ഒരു അറസ്റ്റ് കൂടിയാകും. അവിടെ വെച്ചിട്ട് ഇതിന്റെ ഫുൾ ഗെയിം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുവരെ ശ്രീ VN വാസവനായിക്കോട്ടെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ആരുമായിക്കോട്ടെ, അവർക്കെല്ലാവർക്കും ഇത് ഉദ്യോഗസ്ഥരുടെ മാത്രമായിട്ടുള്ള സ്പോൺസർമാരുമായി ചേർന്നിട്ടുള്ള ഒരു ഗൂഢാലോചന എന്നൊക്കെ പറയാമെങ്കിലും അവിടെ വെച്ച് അതിന്റെ നിറം മാറുന്നുണ്ട്. കാരണം ഭരണസമിതിയിലേക്ക് വരുന്ന ആൾക്കാരെ എല്ലാവരെയും തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നോമിനേറ്റ് ചെയ്യുന്നതാണ്. വളരെ പരിമിതമായിട്ടുള്ള അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും എത്രത്തോളം പൊളിറ്റിക്കൽ ക്ലൗട്ട് ഉണ്ട്, എത്രത്തോളം ആൾക്കാർ അവരുടെ പേര് പറയുന്നതിന് വേണ്ടിയിട്ടുണ്ട്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ബാക്ക് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ സമുദായങ്ങളുടെ പിന്തുണയുണ്ട്, ഇതെല്ലാം നോക്കിയിട്ടാണ് അവിടെ ഈ പരിഗണനകളൊക്കെ കൊടുത്തതിന് ശേഷമാണ് ആൾക്കാരെ നിർണ്ണയിക്കുക. അപ്പോൾ അവിടെ CPM ഭരണത്തിലിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് അടുത്ത കാലത്തായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുവരുന്നത്, CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളായിരുന്ന ആൾക്കാരോ അതല്ലെങ്കിൽ CPMന് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരോ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള പല റോളുകളിൽ നിന്നിരുന്ന ആൾക്കാരെ ഒക്കെ തന്നെ അവിടേക്ക് അവരോധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച് ഇതിനെ കേവലം ഉദ്യോഗസ്ഥരുടെ ചുമലിലേക്ക് മാത്രം ഇതിന്റെ പഴിയെ ചാരിക്കൊണ്ട് സർക്കാരിന് രക്ഷപ്പെടാനോ പാർട്ടിക്ക് രക്ഷപ്പെടാനോ കഴിയാത്തൊരവസ്ഥ വരും. അപ്പോൾ അതായി കഴിയുമ്പോഴത്തേക്ക് പിന്നീട് അന്വേഷണം എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ നമ്മൾ കണ്ടതാണല്ലോ. അതിന്റെ ആദ്യത്തെ പേജിൽ തന്നെ പറയുന്നത് ഭരണസമിതിയുടെ കൃത്യമായിട്ടുള്ള അറിവോടുകൂടി എന്നാണ്. എന്ന് വെച്ചാൽ വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കെ ചെയ്തിരിക്കുന്ന തട്ടിപ്പ് എന്താണോ ആ തട്ടിപ്പിന് അന്നുണ്ടായിരുന്ന 2019 ഭരണസമിതിയുടെ അറിവോടുകൂടി തന്നെയാണ് എന്നാണ്. എന്ന് പറയുമ്പോൾ വീണ്ടും ഇവർ സംശയത്തിന്റെ നിഴലിലായി കഴിഞ്ഞു. തന്നെയുമല്ല, ഒരു കേസിൽ 2019 ഭരണസമിതി നിലവിൽ തന്നെ പ്രതിയാണ്. ആരുടെയും പേരൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭരണസമിതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നത് പത്മകുമാറാണ്. പിന്നെ ശങ്കർദാസും മറ്റൊരു അംഗവും, അല്ലേ? അങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഞാനിവിടെ മറ്റൊരു കാര്യം കൂടി ചോദിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ 2025 സമാനമായ കാര്യം സംഭവിച്ചപ്പോൾ PS പ്രശാന്തിലേക്ക് പോകേണ്ടതല്ലേ അന്വേഷണം എന്ന്. പക്ഷെ അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലേ, 2019 അത്രമാത്രം സ്വർണം ഉണ്ടായിരുന്നു അടിച്ചുകൊണ്ട് പോകാൻ. പക്ഷെ 2025 ആകുമ്പോൾ അതിൽ പൂശിയിരുന്ന സ്വർണം മാത്രമേ ഉള്ളൂ. സ്വർണത്തിന്റെ അളവ് കുറവാണ്. അതുകൊണ്ട് വലിയൊരു തട്ടിപ്പിലേക്ക് മാത്രമല്ല മഞ്ജുഷ്, ആക്ച്വൽ സ്വർണത്തിന്റെ അളവ് മാത്രമല്ല, അവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കാരണം കോടതി ഇതിൽ കാണുന്ന ഒരു പാറ്റേൺ ഉണ്ട്. കോടതിയിൽ കാണുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ 2019 നടത്തിയിരുന്ന തട്ടിപ്പിനെ അതിനെ പൂർണ്ണമായിട്ടും എല്ലാ കാലത്തേക്കും മറച്ചു വെക്കണം എന്നുള്ള ഗൂഢമായിട്ടുള്ള ഒരു ഉദ്ദേശം കൂടി ഇതേ പാറ്റേൺ പിന്നീട് 2025 അനുവർത്തിക്കുന്നതിന് കാരണമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് പ്രോപ്പറായിട്ടുള്ള രീതിയിലത്തേക്ക് ഈ കാര്യത്തിനെ എല്ലാം തന്നെ വിധേയമാക്കുകയായിരുന്നുവെങ്കിൽ 2019 തട്ടിപ്പ് പൊളിയും, അത് പിടിക്കപ്പെടും എന്നുള്ള ഒരു ധാരണ. അതായത് 2019 തന്നെ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് അവിടെ ആ സ്വർണം പൊതിഞ്ഞ, കിലോ കണക്കിന് സ്വർണം പൊതിഞ്ഞ എന്ന സംഭവം പോയി, അത് വിസ്മൃതിയിലായി. പിന്നെ 2025 ആകുമ്പോൾ 2019 നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടി
ആ സ്വർണം പൂശിയ പാളികളൊന്നും അറ്റകുറ്റപ്പണി നടത്തുന്നു. അതാണ് ഈ 40 വർഷത്തെ കാത്തിരിപ്പൊന്നും ഉണ്ടാകാതെ 4-5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത സ്റ്റെപ്പ് എടുത്തത്, സ്വർണം ഒന്നുകൂടി ഒന്ന് മിനുക്കി കൊടുക്കുക എന്നുള്ളത്. അതിൽ നിസ്സാരമായ കുറച്ച് സ്വർണം കൂടി ചേർത്തിട്ട് സ്വർണം പൂശി കൊടുക്കുക എന്നുള്ളത് അല്ലേ, അതായത് നോർമലൈസ് ചെയ്യാനുള്ള ഒരു സ്ഥിതി ഉണ്ടായി. അതെ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ അളവ് കൂടുതലാണോ കുറവാണോ എന്നതിനപ്പുറത്തേക്ക് മുമ്പ് ചെയ്തിരുന്ന ഒരു കൃത്രിമത്വം, ആ കൃത്രിമത്വം പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി എന്താണോ അന്ന് സ്വീകരിച്ചിരുന്ന മാർഗം, അതേ മാർഗം ഇന്നും അവലംബിച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത് കാണുന്നത് എന്താണ്, ഒരു കൺസീൽമെന്റ് ആണ്. അത് വളരെ കൃത്യമായിട്ട് കോടതി നേരെ തന്നെ പറയുന്നു. അതിൽ ചില രസകരമായ കാര്യമുണ്ട്. അല്ലല്ല, ഇത് ന്യായീകരണ തൊഴിലാളികൾ, ചില ആങ്കർമാർ വരെ ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, 2025 ഈ 9 ഗ്രാം സ്വർണം എന്തോ കൂടുതലല്ലേ ചേർത്തത്, അപ്പോൾ പിന്നെ കൂടുതൽ സ്വർണം വന്നില്ലേ, പിന്നെ അതെങ്ങനെ തട്ടിപ്പാകുമെന്ന്. 2019 കിലോ കണക്കിന് സ്വർണം കൊള്ളയടിച്ചത് മറയ്ക്കുന്നതിന് വേണ്ടി ഒരു 9 ഗ്രാം സ്വർണം ചേർത്തതിനെയാണ് അത് കൂടുതലല്ലേ എന്നൊക്കെ ചോദിച്ചത്. അല്ല മഞ്ജുഷ, അത് പാർട്ടി ചാനലാണല്ലോ, അപ്പൊ പിന്നെ അവരും എനിക്ക് തോന്നുന്നില്ല അവര് ആത്മാർത്ഥതയോടുകൂടി അവർ പൂർണ്ണമായിട്ടും അതിൽ വിശ്വസിച്ച് തന്നെയാണ് അത് പറയുന്നത് എന്നെനിക്ക് തോന്നുന്നില്ല. അത് പാർട്ടി ചാനലാണ്. പാർട്ടി ചാനലിലും പാർട്ടി പത്രത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള ജേർണലിസ്റ്റിക് താല്പര്യങ്ങളും നമ്മുടെ യുക്തിയും ഒക്കെ നമ്മൾ ഷെൽഫിൽ വെച്ചതിന് ശേഷം പലപ്പോഴും ജോലി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതല്ലായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും തന്നെ പറയാനായിട്ട് ഒരു ജേർണലിസ്റ്റ് തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഏത് മാധ്യമത്തിൽ ജോലി ചെയ്തിരിക്കുന്ന ആളാണെങ്കിലും അതിനുള്ള മിനിമം ലോജിക് ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഇവിടുത്തെ സത്യത്തിൽ ഗുരുതരമായി സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇതിന്റെ ഈ പാറ്റേൺ തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു തട്ടിപ്പിനുള്ള ഒരു മാർഗമുണ്ട് എന്ന് കണ്ടെത്തി. ഇപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ശ്രീ ജയകുമാറുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത്. ജയകുമാർ ഒരുപക്ഷെ ഈ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് വരും എന്ന് ഒരു ഉറപ്പൊന്നും ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 2-3 ആഴ്ചകൾക്ക് മുൻപാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം വന്നത്. അപ്പോൾ ആ അഭിമുഖത്തിൽ അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവിടെ നടന്നിരിക്കുന്ന ഈ ഗൂഢാലോചനയെക്കുറിച്ച്, അവിടെ നടന്നിരിക്കുന്ന കൊള്ളയെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു ശരിയായ അനാലിസിസ് ഉണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത് ശബരിമലയിൽ നടന്നിരിക്കുന്ന ഒരു കൊള്ളയല്ല, മറിച്ച് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ സ്വർണം അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോയി പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. കാരണം കൊള്ള എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന സ്വർണം ആരോടും ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യാതെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇത് അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിക്കോട്ടെ, ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഭരണസമിതി ആയിക്കോട്ടെ, മറ്റാരും ആയിക്കോട്ടെ, ഇവരെല്ലാവരും ചെയ്തിരിക്കുന്നത് ഈ സ്വർണത്തിനെ സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി. അപ്പോൾ ആ പ്ലാനിന്റെ ഭാഗമായിട്ട് ആദ്യം വേണ്ടത് എന്താണ്, അവിടെയുള്ള ഉരുപ്പടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ടള അടയുന്നില്ല, കഥ കടയുന്നില്ല, അവിടെ ഗ്യാപ്പ് ഉണ്ട്, എലി കയറുന്നു, ഇതൊരു പ്രശ്നമാണ്. പിന്നെ അവിടെ ഈ പൂശിയിരിക്കുന്നതിനെല്ലാം തന്നെ മോശമുണ്ടാകുന്നു, അതിൽ ചെമ്പ് തെളിയുന്നു, ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ഇതൊരു പരാതിയായിട്ട് വരുന്നു. ഈ പരാതിയെ പരിഹരിക്കുന്നതിന് വേണ്ടി അതിനുള്ള ടെക്നിക്കൽ നോഹ ഉള്ള ആൾക്കാരാണ് വരേണ്ടത് എന്നിരിക്കെ അവരാരും വരാതെ അവിടേക്ക് ഈ ദേവസ്വത്തിന്റെ ആൾക്കാർ തന്നെ തീരുമാനിക്കുകയാണ്, ഇന്നതാണ് പ്രശ്നം, ഇന്നതാണ് പരിഹാരം. ആ പരിഹാരത്തിന് വേണ്ടി അവർക്ക് നേരത്തെ തന്നെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്നത് പോലെ ഒരു സ്പോൺസർ അവിടേക്ക് എൻട്രി നടത്തുന്നു. ആ സ്പോൺസറിന് ഈ കാര്യങ്ങൾ കൊടുക്കുന്നു. സ്പോൺസറിന് വേണ്ടത് എന്താണ്, ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണ്, പണിക്ക് വേണ്ടിയിട്ട് ഈ സാധനങ്ങളെല്ലാം സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് ചെയ്യും, വ്യവസ്ഥാപിതമായിട്ടുള്ള ദേവസ്വത്തിന്റെ മാനുവൽ അനുസരിച്ചിട്ടാണെങ്കിലും കോടതിയുടെ വിധി അനുസരിച്ചാണെങ്കിലും അതിൽ തടസ്സമുണ്ട്. ആദ്യ സമയത്ത് കോടതിയുടെ വിധി ഉണ്ടായിരുന്നില്ല, പക്ഷെ അപ്പോഴും മാനുവലിലെ റെസ്ട്രിക്റ്റീവ് കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ വയലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതിരിക്കുക, എന്നിട്ട് ഇതെല്ലാം കൂടി കൊടുത്തു വിടുക, പിന്നെ ഏതെങ്കിലും സമയത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇത് എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ശരിയായ രീതിയിലാണ് പേപ്പറിൽ കറക്റ്റായിട്ട് പ്രോസസ്സ് അനുസരിച്ചിട്ടാണ് നടക്കുന്നത് എന്ന് വരുത്തി തീർത്തുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു കൊള്ളയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിൽ പറയുന്നത് അവിടെ ഒരു കോൺസ്പിറസി ഉണ്ട്. ആ പ്രോസസ് ഇറ്റ് സെൽഫ് ഈസ് എ കോൺസ്പിറസി. അപ്പൊ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന് ഭാഗമായിട്ട് ആരൊക്കെ നിന്നിട്ടുണ്ട്? ആ നിന്നിരിക്കുന്നത് സ്പോൺസറും ചില ദേവസ്വം ഉദ്യോഗസ്ഥരും മാത്രമാണോ? അല്ല. അത് ഭരണസമിതിയിലുണ്ട്. അത് ഭരണസമിതിയിൽ മാത്രമാണോ? അല്ല, ഭരണത്തിലുമുണ്ട്. അപ്പൊ അവിടേക്കാണ് ഈ അന്വേഷണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഓർക്കുന്നുണ്ടാകും, ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ ഈ SIT രൂപീകരിച്ച സമയത്ത് അന്നത്തെ ദിവസം അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് എനിക്ക് ഇന്ന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് എന്നാണ്. ഇന്നലെ വാസുവിനെ പൊക്കിക്കൊണ്ട് പോയപ്പോഴും അദ്ദേഹത്തിന് അതിനേക്കാൾ കൂടുതൽ സന്തോഷമുള്ള ദിവസമായോ എന്നെനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അന്വേഷണ സംവിധാനങ്ങളിലൊക്കെ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ പൊളിറ്റിക്കലി ക്ലൗട്ട് ഉള്ള ആൾക്കാർ കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരികയും അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും വന്നിട്ടുമുണ്ട്. ഈ പത്മകുമാറും പ്രശാന്തുമാകുമ്പോൾ അത് പൂർത്തിയാവുകയും ചെയ്യും. പിന്നെ മന്ത്രിമാരിലേക്ക് അന്വേഷണം വരണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് തന്നെ അതൊരു കടന്ന കൈയായി പോകും. അങ്ങനെയൊന്നും അന്വേഷണം അത് സത്യം പറഞ്ഞാൽ ഭരണസമിതിയിലുള്ള ആൾക്കാരാണ് പറയേണ്ടത്. മന്ത്രിമാരോ മറ്റേതെങ്കിലും രാഷ്ട്രീയ ഉന്നതരോ ഇതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് വാസുവിനോട് ചോദിക്കുമ്പോൾ വാസു തത്ത പറയുന്നത് പോലെ
മറ്റുള്ള പത്മകുമാറോട് ചോദിച്ചാൽ പത്മകുമാറും പ്രസിഡന്റ് പറയണം. അങ്ങനെ ആയിരിക്കുന്ന മൊഴി ആൾക്കാർ വന്നാൽ മാത്രമേ അതിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. ശരി, അതെ. ശ്രീ റെജി ലൂക്കോസ്, ഈ 2025 തട്ടിപ്പ് താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ ശ്രീത്ത് പറഞ്ഞ കൃത്യമായ കാര്യമാണ്. 2019 നടന്ന ആ സ്വർണം